ഹലോ ഗായ്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് US-ൽ കോളറാഡോ സ്റ്റേറ്റിൽ ഡെൻവർ സിറ്റിയിലാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ആ കാണുന്ന മഞ്ഞുമലയുണ്ടല്ലോ, അവിടത്തേക്കുള്ളൊരു യാത്ര. ഈ ഒരു മലയുടെ പേര് പൈക്സ് പീക്ക് എന്നാണ്. 14,115 ഫീറ്റാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പോകുന്നതിന് മുമ്പേ ഒരു പാർക്കിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഈ പാർക്കിൽ നിന്ന് ഒരു ഒന്നൊന്നര വ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ടൈം ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്തു പോയി. ആ ലേക്കും പിന്നെ ആ ഒരു മൗണ്ടൻ്റെ വ്യൂവും കൂടെ ഒരുമിച്ച് വന്നാണ്ടല്ലോ, എന്തൊരു രസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹാഫ് ആൻ അവർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൗണ്ടനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫൈനലി ഞങ്ങൾ അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ കൂടെയുള്ളത് അച്ഛനും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡുമാണ്. ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിലിരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോളറാഡോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഫുൾ മലകളും മൗണ്ടൻസും ഹിൽസും നിറഞ്ഞൊരു സ്ഥലമാണ്. നാച്ചുറൽ ബ്യൂട്ടി നിറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കോളറാഡോ. അപ്പോൾ പലരും പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും പുറത്തുള്ള സ്റ്റേറ്റ്സിൽ നിന്നും വെക്കേഷൻസിന് ഇങ്ങോട്ടേക്ക് വരാറാണ് പതിവ്. ഡ്രൈവ് ചെയ്ത് മലയുടെ മുകൾ ഭാഗത്ത് എത്തുമ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ തണുപ്പും മഞ്ഞും ഐസും ആണെന്ന്. എന്തോ ഭാഗ്യത്തിന് എല്ലാവരും ജാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പൈക്സ് പീക്കിൻ്റെ പീക്ക് പോയിൻറ്റിൽ എത്താൻ ഇനി ഒരു 15-20 മിനിറ്റിൻ്റെ സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പോയിൻറ്റിൽ ഇറങ്ങിയിട്ട് എല്ലാം ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഈ ടൂറിസ്റ്റ് സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പീക്ക് പോയിൻ്റ് വരെ ഡ്രൈവ് ചെയ്തിട്ട് തന്നെ പോകാൻ എന്നുള്ളതാണ്. ഇതുവഴി സ്പോർട്സ് സൈക്കിൾ എടുത്ത് പോകുന്നവരെയും ഞങ്ങൾ കണ്ടു. ഞങ്ങളങ്ങനെ ഗേറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഒരിത്തിരിയും കൂടെ ഡ്രൈവ് ചെയ്ത് പോയപ്പം പീക്കിലെത്തി. ഞങ്ങളിപ്പോൾ ഉള്ളത് പൈക്സ് പീക്ക് മൗണ്ടൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിലാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്ന കാഴ്ച. ഇതിലൂടെ ഒരു ട്രെയിൻ പോകുന്നത് കാണാം. അപ്പോൾ ഇവിടെ ട്രെയിൻ സർവീസും കൂടി ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ട്രെയിനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ പെർ പേഴ്സൺ ആയിരിക്കും ടിക്കറ്റ് എടുക്കേണ്ടി വരിക. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ട് പെർ വെഹിക്കിളായിരുന്നു നമുക്ക് ടിക്കറ്റിന് പേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പം US-ലോട്ട് വരാനോ കോളറാഡോയിലേക്ക് വരാനോ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടെങ്കിൽ ഇത് എന്തായാലും ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവണം. കാരണം അടിപൊളി വ്യൂ ആണ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വരുന്ന ഡേറ്റിന് മുന്നേ ഒന്ന് ഇവിടുത്തെ ഓഫീസിലൊന്ന് വിളിച്ചിട്ട് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഒരു ദിവസത്തെ കാലാവസ്ഥയും പിന്നെ എന്തെങ്കിലും വാർണിങ്സ് ഉണ്ടെങ്കിൽ അത് നേരത്തെ അറിയിക്കും. അപ്പോൾ അതിനനുസരിച്ച് തയ്യാറെടുപ്പോടെ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ വരുമ്പോൾ അവർ പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസം നല്ല വിൻഡി ആയിരിക്കും, നല്ല കാറ്റൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് 10 മണി മുതൽ 12 മണി വരെയുള്ള സ്ലോട്ടിൽ തന്നെ വന്ന് പോകണം. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വേറൊന്നും പേടിക്കാനില്ല. നമുക്ക് ധൈര്യമായിട്ട് പോയി വ്യൂസൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. ഞങ്ങളങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് താഴോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. ഇടയ്ക്ക് വെച്ച് നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിപ്പിച്ചു. ഇന്നത്തെ ഞങ്ങളുടെ കൂടെയുള്ള ഈ ഒരു ട്രിപ്പ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വ്ളോഗിനായി കാത്തിരിക്കുക. Until then, bye-bye, take care and thank you for watching.